നമ്മൾ കൗമാരക്കാരായിട്ടുള്ള അതല്ലെങ്കിൽ അഡോളസൻസിൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ നിൽക്കുന്ന കുട്ടികളെന്ന നിലക്ക് ഒരുപക്ഷെ നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ടൂൾസുകൾ, ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ ഉപകരണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതം എങ്ങനെയാണ്, അതിനെക്കുറിച്ച് വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് ഈ സെഷൻ നമ്മൾ മാറ്റിവെക്കുന്നത്. പ്രത്യേകിച്ച് സബ്സ്റ്റാൻഷ്യൽ അഡിക്ഷൻ ആൻഡ് ബിഹേവിയറൽ അഡിക്ഷൻ, രണ്ട് അഡിക്ഷൻ എന്ന് പറയുന്ന പാർട്സുകളാണ്. ബിഹേവിയറൽ അഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മളിന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ്സ് അഥവാ മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയയിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ആപ്പുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉപകരണങ്ങൾ. അപ്പോൾ അതിൽ വാട്സപ്പ് ഉണ്ടാവും, ഫേസ്ബുക്ക് ഉണ്ടാവും, ഇൻസ്റ്റാഗ്രാം ഉണ്ടാവും, പുതിയ പുതിയ ഓരോ ടെക്നോളജികൾ, അപ്ഡേറ്റ് ചെയ്ത് വരുന്ന പുതിയ ടെക്നോളജികൾ. ഇപ്പുറത്ത് വരുന്ന സബ്സ്റ്റാൻഷ്യൽ അഡിക്ഷൻ എന്ന് പറയുമ്പോൾ മദ്യം, മയക്കുമരുന്നുകൾ തുടങ്ങിയ ഒരുപാട് ഭാഗങ്ങളും അതിൽ നിലനിൽക്കുന്നുണ്ട്. ഏതായിരുന്നാലും ഈ പറയുന്ന വിഷയത്തിൽ എനിക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം ആദ്യമായിട്ട് പങ്കുവെക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത്, അദ്ദേഹം ഒരു എഴുത്തുകാരനാണ്. രാത്രിയിൽ ഒരുപാട് തവണ എന്നെ കോൾ ചെയ്തു. ഏകദേശം ഒരു 11:30-12 മണി സമയമായിട്ടുണ്ട്. പക്ഷെ ഞാൻ ഉറങ്ങി, എനിക്ക് ഫോൺ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ സുബഹി നമസ്കാരം കഴിഞ്ഞ് ഞാൻ ഫോൺ വിളിച്ച സമയത്ത് അവൻ പെട്ടെന്ന് ഫോൺ എടുത്ത ഉടനെ തന്നെ അവൻ എന്നോട് തിരിച്ച് ഇങ്ങോട്ട്, ഞാൻ അങ്ങോട്ട് സലാം പറഞ്ഞ ഉടനെ തന്നെ സലാം മടക്കി ആദ്യം ഇങ്ങോട്ട് പറഞ്ഞിട്ടുള്ളത്, എടാ ഞാൻ ഉറങ്ങിയിട്ടില്ല എന്ന്. സുഹൃത്തായതുകൊണ്ട് തന്നെ ആ ഒരു സ്വാതന്ത്ര്യത്തിൽ എടാ ഞാൻ ഉറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ചോദിച്ചു, എന്തേ നീ ഉറങ്ങാത്തതെന്ന് ചോദിച്ചു. ഞാൻ നിന്നെ എന്നാലും ഒരുപാട് വിളിച്ചിട്ട് നീ എന്താ ഫോൺ എടുക്കാത്തതെന്ന് ചോദിച്ചു. ആ സ്വാതന്ത്ര്യത്തിൽ ഉണ്ടാകുന്ന ഒരു സംസാരം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഉറങ്ങിപ്പോയിട്ടുണ്ട്. നീ എത്ര മിസ് കോൾ ഉണ്ട് നോക്കിയപ്പോൾ ഏകദേശം 8-9 മിസ് കോളുകൾ അതിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയാണ്, ഞാൻ എൻ്റെ ഉപ്പയുമായിട്ട് ഈ കോഴിക്കോട് ജില്ലയിൽ ഒരു ഹോസ്പിറ്റലിൽ ചെന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന സമയത്ത് ഉപ്പനവിടെ ഹോസ്പിറ്റലിൽ കയറ്റി. പെട്ടെന്നാണ് ഒരു ഓട്ടോറിക്ഷയിൽ ഒരു +2കാരനായിട്ടുള്ള ചെറുപ്പക്കാരനുമായിട്ട് കുറച്ച് ആളുകൾ അവിടേക്ക് വന്നു. അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറക്കി. ഒരു പ്രാദേശിക ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ കൂടുതലൊന്നും അവിടെ കൂടുതൽ ഫർദർ ചെക്കപ്പുകളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ സംസാരിക്കുന്ന സമയത്താണ് അവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്, ഈ പറയുന്ന ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ +2കാരൻ സൂയിസൈഡ് ചെയ്തതാണ്. പക്ഷേ ജീവൻ അപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ പ്രാദേശികമായിട്ടുള്ള ഹോസ്പിറ്റൽ പറഞ്ഞു, നിങ്ങൾ എത്രയും പെട്ടെന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അങ്ങനെ വെപ്രാളത്തിൽ അവർ ഇനി ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകുക എന്നുള്ളത്, പ്രത്യേകിച്ച് ആ ഹോസ്പിറ്റലിലേക്ക് കുറച്ച് തടസ്സങ്ങളുണ്ട്. അങ്ങനെ അവിടെ ഒരു ആംബുലൻസ് ഉണ്ട്, പക്ഷേ ഡ്രൈവർ ഇല്ല. അപ്പോഴാണ് എൻ്റെ സുഹൃത്ത് മുന്നോട്ട് വന്നിട്ട് ചോദിച്ചു, എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ, ആംബുലൻസ് ഉണ്ട്, ഇവിടെ ഇവന് സൂയിസൈഡ് ചെയ്ത് വളരെ അത്യാഹിതമായിട്ടുള്ളൊരു സാഹചര്യത്തിലാണ്. ആരെങ്കിലും ഒന്ന് ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജീവൻ രക്ഷപ്പെടുത്താൻ പറ്റും. അങ്ങനെ പെട്ടെന്ന് തന്നെ എൻ്റെ സുഹൃത്ത് ആംബുലൻസ് ഇതുവരെ ഓടിച്ചിട്ടില്ല, പക്ഷേ ഡ്രൈവ് ചെയ്യും. അവൻ പറഞ്ഞു, ഞാൻ ആ വണ്ടി എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ വണ്ടി എടുത്തിട്ട് എത്രയും പെട്ടെന്ന്, എത്രത്തോളം വേഗതയിൽ അവന് പറ്റുന്നുവോ അത്രത്തോളം വേഗതയിൽ പരിമിതമായ രീതിയിൽ ഹോസ്പിറ്റലിലെത്തി. അങ്ങനെ കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിലേക്ക് എത്തി. പുറത്തേക്ക് ആ പറയുന്ന ചെറുപ്പക്കാരനെ പുറത്തേക്ക് എടുത്ത് അല്പം മുന്നോട്ട് സഞ്ചരിച്ചു പോയേക്കും ആ പറയുന്ന ചെറുപ്പക്കാരൻ മരിച്ചു പോയിട്ടുണ്ട്. ഞാനിത് ആമുഖമായിട്ട് പറയാൻ കാരണം, എൻ്റെ സുഹൃത്ത് ആവർത്തിച്ച് പറയുന്ന ഒരു വാക്കുണ്ട്, എടാ അവൻ്റെ ജീവൻ എനിക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയിട്ടില്ല. ഒരാളുടെ ജീവൻ രക്ഷപ്പെടുത്താനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ട് എനിക്ക് അതിന് പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ പ്രയാസത്തോടു കൂടിയിട്ടാണ് അവന് സംവദിച്ചിട്ടുള്ളത്. ഞാൻ അവനോട് തിരിച്ചു പറഞ്ഞിട്ടുള്ളത്, സാരില്ല, പക്ഷെ നീ ചെയ്തിട്ടുള്ളത് ഏറ്റവും വലിയൊരു നന്മയാണ്. ഒരു ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നിനക്ക് എത്രത്തോളം സഹായിക്കാൻ പറ്റുന്നുവോ അത്രത്തോളം നീ ട്രൈ ചെയ്തിട്ടുണ്ട്. അതിനുള്ള പ്രതിഫലം അള്ളാഹു നിനക്ക് നൽകും. ഇതിൽ പ്രധാനപ്പെട്ട ഇഷ്യൂ എന്താണെന്നറിയാം. വീട്ടിൽ ഉമ്മ സ്വാഭാവികമായിട്ട് വീട്ടിൽ ഇവൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ ഫോണിലെ അഡിക്ഷൻ, അതാണ് നമ്മുടെ ടോപ്പിക്സ്. ഈ അഡിക്ഷൻ അമിതമായതുകൊണ്ട് തന്നെ ഇവൻ്റെ ഉമ്മ അവനോട് വഴക്ക് പറഞ്ഞു. ഒരുപാട് തവണ തിരുത്തി. പല ആളുകളും വന്നിട്ട്, അവൻ്റെ കുടുംബത്തിലെ പല ആളുകളും വന്ന് സംസാരിച്ചു, അവനോട് ആവശ്യപ്പെട്ടു. എന്നിട്ടും അവൻ അത് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. നമുക്കും ഒരു പക്ഷെ ഒരുപാട് അനുഭവങ്ങളുണ്ടാവും. ഏതായിരുന്നാലും അവസാനം അവന് ചെയ്തിട്ടുള്ളത്, ഒരു പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു ഉമ്മനോട്. അപ്പം ഉമ്മ പറഞ്ഞു, നീ ഒന്ന് കാണിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടല്ലോ, നീ പേടിപ്പിക്കുകയാണെന്നാണ് ഉമ്മ വിചാരിച്ചത്. ഏതായിരുന്നാലും ഉമ്മനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവന് കഥ കടച്ചു.
കുറച്ചു നേരം കഥ അടച്ച സമയത്ത് അവിടെ ചില ഒച്ചപ്പാടുകളും ബഹളങ്ങളൊക്കെ ഉണ്ടാക്കിയപ്പോൾ ആ സമയത്തൊന്നും ഉമ്മ മൈൻഡ് ചെയ്തില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു നിലവിളിയും വെപ്രാളും ശബ്ദം കേട്ട് ഓടി വന്നിട്ട് ഉമ്മ നിലവിളിച്ച് പുറത്തുനിന്ന് ആളുകൾ ഓടി വന്ന് കതക് തുറന്നു നോക്കിയപ്പോഴാണ് അവന് കെട്ടിത്തൂങ്ങി. പക്ഷെ അത് പേടിപ്പിക്കാൻ വേണ്ടി തൂങ്ങിയതാണ്, പക്ഷെ അത് റിയാലിറ്റി ആയിട്ട് മാറുകയും ചെയ്തു. ഇതാമുഖമായി സൂചിപ്പിക്കാൻ കാരണം ഒരു ഡിജിറ്റൽ അഡിക്ഷനെ കൊണ്ട് ഒരു കുട്ടിക്ക് ഉണ്ടായിട്ടുള്ള പ്രതിസന്ധിയും പ്രയാസങ്ങളുമാണ്. എന്തുകൊണ്ടാണ് ഈ ടോപ്പിക്ക് നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്? എന്തിനാണ് സംഘാടകർ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മൾ പറയാൻ കാരണം? ഒരു ഐലൻഡിൽ ഒരുപാട് ഇമോഷൻസ് ഉണ്ട്. എന്തൊക്കെ ഇമോഷൻസ് നമുക്കുണ്ടാവും? നിങ്ങളൊന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഇമോഷൻസ് ഉണ്ടാവും? ചിരി ഒരു ഇമോഷൻ അല്ലേ? പറഞ്ഞോ അല്ലേ? ചിരി ഒരു ഇമോഷനാണ്. പിന്നെ ദുഃഖം, സാഡ്. ഓക്കെ, വെരി ഗുഡ്, നൈസ്. പിന്നെ ബാക്കിലേക്ക് പറയുന്നുണ്ടോ? പക്ഷെ കേൾക്കാത്തതുകൊണ്ടാണ്. ഒന്ന് പറഞ്ഞേ. ദേഷ്യം അല്ലേ? ദേഷ്യം മറ്റൊരു ഇമോഷനാണ്. അത് ചില പ്രത്യേക സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഒക്കെ നമുക്ക് വരാറുണ്ട്. നെക്സ്റ്റ്, സെക്ഷുവൽ ഇമോഷൻ ഉണ്ടാവും അല്ലേ? ഒരു നെഗ്ലക്ഷൻ, അവഗണന ഉണ്ടാവും. ഇങ്ങനെ പോകുന്ന ഒരുപാട് ഇമോഷൻസ് നമുക്കുണ്ട്. നമ്മൾ ഇമോഷനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൊബൈലിൽ യൂസ് ചെയ്യുന്ന ഒരു സംഗതി ഉണ്ട്. അതിനെന്താ പറയാ? എന്താ, രാമോജിയോ? ഇമോജി അല്ലേ? വളരെ നൈസായിട്ട് ഓരോ ഇമോഷൻസ് ഇങ്ങനെ വാട്സപ്പിൽ ഇട്ട് കൊടുക്കും. എന്തെങ്കിലും ആരെങ്കിലും കമന്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ചിഹ്നം ഇട്ട് കൊടുത്താൽ മതി, കംപ്ലീറ്റ് നമ്മുടെ ഇമോഷൻസ് അതിലേക്ക് റെപ്രസെന്റ് ചെയ്യും. ഇത് ഇമോഷൻസ് ആണ്. അപ്പൊ ഈ ഒരു ഐലൻഡിൽ ഒരുപാട് ഇമോഷൻസ് നിൽക്കുകയാണ്. അപ്പൊ ഒരു ഈഗോ എന്ന് പറയുന്ന ഒരു ഇമോഷൻ ഉണ്ട്. ആ ഈഗോ ഇമോഷന് കരയിൽ തന്നെ നിൽക്കുന്നു. കാരണം എന്താണെന്നറിയോ? അവിടെ ഒരു മുന്നറിയിപ്പ് കിട്ടി, ഫ്ലഡ് വരുന്നുണ്ട്, എത്രയും പെട്ടെന്ന് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം? ഈ കപ്പലിൽ കയറണം. അപ്പൊ എല്ലാ ഇമോഷൻസും കയറി ആരൊഴികെ? ഈഗോ എന്ന് പറയുന്ന ഇമോഷൻസ് ഒഴികെ. അപ്പൊ ഈഗോനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ലവ്, സ്നേഹം അല്ലെ? സ്നേഹം എന്ന് പറയുന്ന ഇമോഷൻ പുറത്തെ കപ്പലിൽ കയറി നിന്ന് പിന്നെയും പുറത്തിറങ്ങിയിട്ട് ഈഗോനെ പിടിച്ചു വലിച്ച് കയറ്റാൻ നോക്കി. അപ്പൊ ഈഗോ പറയാണ്, ഞാൻ കയറൂല, എന്നെ കൊണ്ടൊന്നും പറ്റൂല, ഞാൻ ഇവിടെ തന്നെ ജീവിക്കും. ആ ഫ്ലഡിനെ വേണമെങ്കിൽ ഞാൻ എന്ത് ഓവർകം ചെയ്തിട്ട് ഞാൻ ഇവിടെ തന്നെ ജീവിക്കുമെന്ന് കോൺഫിഡൻസ് എന്ന് ഒരു വശത്ത് പറയാം, ബട്ട് ഓവർ കോൺഫിഡൻസ് ആണ്. ഏതായിരുന്നാലും അവസാനം ഇവരെല്ലാവരും പോയി. ആ ദ്വീപിൽ 2 പേര് മാത്രം. ആരൊക്കെ? 2 ഇമോഷൻസ്. ഒന്ന് ഈഗോ, മറ്റൊന്ന് ലവ്. 2 പേരും ആ ഫ്ലഡില് 2 പേര് നശിച്ചുപോയി. ആരെ രക്ഷപ്പെടുത്താൻ വന്നതാണ്? ഈഗോനെ രക്ഷപ്പെടുത്താൻ വന്നതാരാ? ലവ് അല്ലെ? ഈഗോനെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നത് ലവ്. പക്ഷെ ലവ് എന്തായി പോയി? അതില് നശിച്ചു പോയി. ഞാനിത് പറയാൻ കാരണം, നിങ്ങളെ സമൂഹത്തിന് വേണം. നിങ്ങൾക്ക് നിങ്ങളെ വേണ്ടെങ്കിലും ആർക്കാണ് എന്നെ വേണ്ടത്? ഒരു ചോദ്യമാണ്. ആർക്കും എന്നെ വേണ്ട. ആര് പറഞ്ഞു അങ്ങനെ? നമുക്ക് തോന്നുകയാണ്. നിങ്ങളെ സമൂഹത്തിന് ആവശ്യമാണ്, നിങ്ങൾക്കും ആവശ്യമാണ്. നിങ്ങൾക്കും ആവശ്യമാണ്, സമൂഹത്തിന് ആവശ്യമാണ്. നിങ്ങളെങ്ങാനും ചെയ്തു വെക്കുന്ന ഒരു തെറ്റായ ചിന്തയോ തെറ്റായ പ്രവർത്തനങ്ങളോ ആ സമൂഹത്തെ എല്ലാവരെയും ബാധിക്കുന്നുണ്ട്. എങ്ങനെ ബാധിക്കും? ഒരു കുടുംബത്തിൽ നിന്ന് സൂയിസൈഡ് ചെയ്തു, നേരത്തെ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ഒരു കുട്ടി ഒളിച്ചോടി പോയി, എന്താ സംഭവിക്കുക? എത്താത്തൊക്കെ ഒരു കല്യാണാലോചന വന്നു, എന്താ സംഭവിക്കുക? ആലോചന വരുമോ? നല്ല ആലോചന വരുമോ? ഇല്ല. നാട്ടുകാർ പറയും അവിടേക്ക് ആ കുട്ടി അല്ലെങ്കിൽ അതിൻ്റെ അനുജന് അല്ലെങ്കിൽ എത്താത്ത മറ്റൊരാൾ സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒളിച്ചോടി പോയിട്ടുണ്ട്, ഒക്കെ അങ്ങനെ പറയും. അപ്പം അങ്ങനെ പറയുന്ന സമയത്ത് തന്നെ നല്ല ആലോചനകളൊക്കെ ഒരുപാട് മുടങ്ങുകയും ചെയ്യും. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. യെസ്, നമുക്ക് കുറച്ച് ചോദ്യങ്ങളിലൂടെ നമുക്ക് തുടങ്ങാം. ഓക്കെ, ഇവിടെ പറയുന്ന ചില ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്, വേണ്ടായിരുന്നു. യെസ് ഓർ നോ? തോന്നാറുണ്ടോ ഇല്ലേ? ഉണ്ടോ? ഉണ്ട്. ഏതൊക്കെ സമയത്ത്? ഒന്ന് ആലോചിച്ച് നോക്കിയേക്കാം. നിങ്ങൾ പറയണ്ട വേണ്ടായിരുന്നു. ഒന്നാമത്തത്. രണ്ടാമത്തത്, ഞാൻ മാറണമെന്ന് വിചാരിക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. എങ്ങനെയെങ്കിലും ഒക്കെ ചില മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കണം, പക്ഷെ പറ്റുന്നില്ല. യെസ് ഓർ നോ? ചിന്തിക്കാറുണ്ടോ? ഉണ്ട്. മൂന്നാമത്തത്, ഞാൻ മാറിയിട്ട് പിന്നെ എന്താ? ഞാൻ മാറിയിട്ട് ഇനി ആർക്കാ ഇപ്പൊ പ്രയോജനം? എനിക്കിപ്പോൾ എന്ത് കിട്ടാനാണ്? മറ്റുള്ളവർക്ക് എന്ത് ഗുണമാണ്? ഇങ്ങനെ പോകുന്ന ഒരുപാട് ചോദ്യങ്ങൾ പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട്. ആ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ അതിന് ഉത്തരം കാണേണ്ടതുണ്ട്. ആ ഉത്തരം എങ്ങനെ നമ്മൾ കാണണം? ഇന്നു മുതൽ ഇനി അങ്ങോട്ട് ഈ ക്ലാസ് കഴിയുമ്പോൾ 40 മിനിറ്റുള്ള ഈ സെഷൻ കഴിയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഈ മൊബൈൽ ഫോൺ, അതിലുള്ള ആപ്പുകൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചത്, അല്ലെങ്കിൽ അതിൽ വരുന്ന
നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്ന മെത്തേഡുകൾ, രീതികൾ, ഷോർട്സുകൾ, നേരത്തെ സാറ് പറഞ്ഞ പോലെ ഷോർട്സുകൾ, റീലുകൾ, ഇതിലേതിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം, ഏതിനെ നമ്മൾ അവോയ്ഡ് ചെയ്യണം എന്ന ഒരു ചിന്തയിലേക്ക് എത്തണം. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ് സെലിബ്രിറ്റി മാനിയ എന്ന് പറയുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ് സെലിബ്രിറ്റി മാനിയ അല്ലെങ്കിൽ സെലിബ്രിറ്റി ഒബ്സഷൻ എന്ന് പറയുന്നത്. ഇതൊരു ഡിസോർഡറാണ്. ഇതെന്താണ്? ഒരു ഡിസോർഡറാണ്. കാരണം ഏതെങ്കിലും നമ്മൾ ഇപ്പോൾ സിനിമ അല്ലെങ്കിൽ സ്പോർട്സ് താരങ്ങൾ, അതല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ കാണുന്ന ഏതെങ്കിലും അയാളുടെ ജീവിതത്തിലേക്ക് നമ്മൾ അങ്ങേയറ്റം ഇറങ്ങിച്ചെന്നിട്ട് ആ നടി പ്രസവിച്ച നടിയുടെ കുട്ടിയെ കാണുന്നില്ലല്ലോ, ബേജാറാ. ആർക്കാ ബേജാറ്? സമൂഹത്തിലുള്ള ആളുകൾക്ക് ബേജാറ്. അവരാണെങ്കിൽ പ്രൈവസി ആയിട്ട് ആ കുഞ്ഞിനെ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ എങ്ങനെയെങ്കിലും ആ ഷോളൊന്ന് തുറക്ക്, അല്ലെങ്കിൽ ഞാൻ ആ കുട്ടിയെ കാണട്ടെ, നമ്മളെങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. മറ്റൊരു ഭാഗത്താകട്ടെ ഏതെങ്കിലും ഒരു ആക്ടർ കാണിച്ചുകൊണ്ടിരിക്കുന്ന വയലൻസിനെ അത് നമ്മുടെ വീട്ടിലോ സൊസൈറ്റിയിലോ റീആക്ടിവേറ്റ് ചെയ്യുന്നു. അത് ചിലപ്പോൾ നമ്മൾ അനുജന്റെ മേലായിരിക്കും, ചെറിയ പൈതലായിരിക്കും, ആകെ 4-5 വയസ്സുണ്ടാവുള്ളൂ. അതിൻ്റെ മേല് +2കാരനായ ഡിഗ്രിക്കാരിയായിട്ടുള്ള നമ്മളിട്ടിട്ട് പൊങ്കാലയിടാണ്, അവനോട് സ്റ്റണ്ട് കളിക്കുകയാണ്, അവനോട് ഫൈറ്റ് കളിക്കുകയാണ്. അവനാണ് ഓടി വന്നിട്ട് കരയുകയും ചെയ്യും, പാവം. എന്നിട്ട് നമ്മളൊരു മഞ്ച് കൊടുത്തിട്ട് പറയും ഉമ്മനോട് പറയണ്ട എന്ന് പറഞ്ഞിട്ട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുകയും ചെയ്യും. ഞാൻ തമാശയിൽ പറഞ്ഞ കാര്യം എന്നുള്ളൂ. പറഞ്ഞു വരുന്നത്, ഇങ്ങനെ സെലിബ്രിറ്റിയെ നമ്മൾ സ്വീകരിക്കുമ്പോൾ യഥാർത്ഥ സെലിബ്രിറ്റികളെ പലപ്പോഴും നമ്മൾ മറക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, ഒരുപാട് സ്വഹാബി വര്യന്മാര് ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്തിനേറെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ റസൂല്. ആ സെലിബ്രിറ്റി ആയിരിക്കണം, ആ പ്രവാചകനെ ആയിരിക്കണം നമ്മൾ ആഘോഷിക്കേണ്ടത്. എങ്ങനെ? നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിക്കൊണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിക്കുക നിങ്ങൾ. ഏതായിരുന്നാലും ഇതിന് ഒരുപാട് സെലിബ്രിറ്റി ഈ വർഷിപ്പ് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു അസുഖത്തെ കുറിച്ച് പറയുന്നുണ്ട്. അവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? സെലിബ്രിറ്റി ഒബ്സഷൻ ഡിസോർഡറിനെ കുറിച്ചിട്ടുള്ള ഒരു ആർട്ടിക്കിൾ വന്നിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അയാളുടെ പേഴ്സണൽ ലൈഫിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് നമ്മൾ ആയത്തിൽ അന്വേഷിക്കുന്നു, പഠിക്കുന്നു, അതിനെ ഒരു ഇമിറ്റേഷൻ ആയിട്ട് കൊണ്ടുവരുന്നു, അനുകരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? ആ നടി നടക്കുന്ന പോലെ നടക്കുന്നതായിട്ട് നമുക്ക് തോന്നുകയാണ്. ഒന്നുമില്ല, സ്റ്റെപ്പ് ഇറങ്ങുന്ന ഒരു പെൺകുട്ടി, അവൾക്ക് തോന്നുകയാണ് ആ ഗാനത്തിൽ കണ്ട ആ നടിയാണ് നടക്കുന്നത്. ആര്? നമ്മളെ ഫാത്തിമന്നെ, നമ്മളെ ആയിഷ തന്നെ. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യാണ്. സംഗതി നടക്കുന്ന ആരാ? നമ്മൾ തന്നെ. അറിയാതെ നൃത്തം ചവിട്ടുന്നു, അറിയാതെ ഗാനങ്ങൾ വരുന്നു. നമ്മളെ കമന്റുകൾ പോലും സംസാരിക്കുന്ന സമയത്ത് പോലും ഉമ്മനോട് ഹൈ ഡ്യൂഡ് ചപ്പാത്തി ആയോ എന്ന് ചോദിക്കുന്നു. കാരണം സംസാരത്തിൽ പോലും എന്ത് വന്നു? മാറ്റങ്ങൾ വന്നു. പേഴ്സണൽ അവരുടെ പ്രൊഫഷണൽ ലൈഫിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ജീവിക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു പ്രാവ് പറന്നു പോകുന്ന സമയത്ത്, ഒരു പറവ പറന്നു പോകുന്ന സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഈ ഒരു പറവയെ പോലെ ആയിരുന്നെങ്കിലും, ഈ പറവയെ പോലെ ആയിരുന്നെങ്കിലും. ഇത് സമയത്ത് ഇത് കേട്ട സ്വഹാബാക്കൾ പറഞ്ഞു, അല്ലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അല്ലെ അബൂബക്കർ, താങ്കളാണോ ഇത് പറയുന്നത്? താങ്കൾ എന്തുകൊണ്ട് ഒരു പറയെ പോലെ ആഗ്രഹിക്കുന്നു? താങ്കൾക്ക് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് സ്വർഗമാണ്. ആ സമയത്ത് തിരിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്ന വാക്കുകളുണ്ട്, അല്ലയോ സുഹൃത്തുക്കളെ, അബൂബക്കറിനും വിചാരണയുണ്ട്, അബൂബക്കറിനും വിചാരണയുണ്ട് എന്നാണ്. സ്വർഗ അവകാശികളിൽ എണ്ണപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സംസാരമാണ്, വാക്കാണ്. ശരി, നമ്മൾ ഏത് സെലിബ്രിറ്റിയെ നമ്മൾ സ്വീകരിക്കണം? നെക്സ്റ്റ് വൺ, നിങ്ങളുടെ മുമ്പിൽ ഒരു പിക്ചർ ഇവിടെ കാണാൻ പറ്റും, ഒരു ചിത്രം. റിയാലിറ്റി ലൈഫിലല്ല പലപ്പോഴും നമ്മൾ ജീവിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു റിയാലിറ്റി ലൈഫിലല്ല പലപ്പോഴും നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ചുറ്റുമുള്ളതിനെ പലപ്പോഴും അറിയാതെ പോകുന്നു. ചുറ്റുമുള്ള ആളുകൾ സംസാരിക്കുന്നതും പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നു. മറ്റുള്ളവരുടെ ഇമോഷൻസിനെ പലപ്പോഴും നമ്മൾ തിരിച്ചറിയാതെ പോകുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ഓക്കെ, വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് നമുക്ക് നോക്കാം. സൂറത്ത് മുഹമ്മദിലെ ആയത്ത്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളെ, അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, റസൂലിനെയും നിങ്ങൾ അനുസരിക്കണം. വലാ തുബ്തിലു അഅമാലക്കും, നിങ്ങൾ ചെയ്തു വെച്ച ഒരുപാട് നന്മകളുണ്ടല്ലോ, ആ നന്മകൾ നിങ്ങൾ പാഴാക്കി കളയാൻ പാടില്ല. എത്രയോ നന്മകൾ ചെയ്തു. നമസ്കാരം, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള സർവീസുകൾ, ഒരുപക്ഷെ NSSലായിരിക്കും വർക്ക് ചെയ്യുന്നത്. നമ്മൾ നിയ്യത്ത് വെച്ചോ? നമ്മുടെ ഇന്റൻഷൻ നന്നായോ? നമ്മുടെ ഇന്റൻഷൻ നന്നാവണം. ഇന്റൻഷൻ നന്നായിട്ടില്ലെങ്കിൽ ടെൻഷൻ ഉണ്ടാവും. നല്ല നിയ്യത്തില്ലെങ്കിൽ
നല്ല നിയത്തില്ലെങ്കിൽ ആ ചെയ്തു വെക്കുന്നതിനൊന്നും ഒരു പൂർണ്ണത ഒരു പക്ഷേ ഉണ്ടായിക്കൊള്ളുന്നില്ല. ശരി, അങ്ങനെയാണെങ്കിൽ സോഷ്യൽ മീഡിയയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഒരു പക്ഷെ നമ്മളൊക്കെ ആസ്വദിക്കുന്ന ഒരു ഭാഗമാണ് പ്രാങ്കുകൾ എന്ന് പറയുന്നത്. കേട്ടിട്ടുണ്ടാവും അല്ലെ? പ്രാങ്ക്, ഞാനതിനെ പറയാം പ്രാന്ത് എന്നാണ്. ഓക്കെ, എന്താണ്? പ്രാങ്ക് അല്ല, എന്താണ്? പ്രാന്താണ്. ജസ്റ്റ് ഞാൻ ഈ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് വെറുതെ യൂട്യൂബ്, അധികം പ്രാങ്കുകളൊന്നും ശ്രദ്ധിക്കാറില്ല, പക്ഷെ നമ്മളത് ക്ലാസ് എടുക്കുമ്പോൾ അത്യാവശ്യമൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ വെറുതെ ഇങ്ങനെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയ സമയത്ത് എന്തൊക്കെ പ്രാന്തുകൾ അറിയോ, പ്രാങ്കുകൾ അല്ലേ, എന്തൊക്കെ പ്രാങ്കുകളാണെന്നറിയോ? പടക്കം പൊട്ടിക്കുക, അതേപോലെ തന്നെ ഈ പിന്നിൽ വന്നിട്ട് ഒരാൾ നടന്നു പോകുന്ന സമയത്ത് സാധാരണ നമ്മളൊക്കെ തമാശയിൽ കാണിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, ഓടി വന്നിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യുക, കൈ ഇങ്ങനെ വെക്കുക. ഈ കൈ വെക്കുന്ന സമയത്ത് പെട്ടെന്ന് നടന്നു വന്ന ആളുകൾ പേടിക്കുകയാണ്. ഭൂതത്തിന്റെ അല്ലെങ്കിൽ പ്രേതത്തിന്റെ രൂപമെന്ന് ഇന്ന് സമൂഹം കാണുന്ന രീതിയിലുള്ള രൂപങ്ങൾ കെട്ടിയിട്ട് രാത്രിയിൽ ആളുകളെ പേടിപ്പിക്കുക, ഭയപ്പെടുത്തുക, ചെറിയ കുട്ടികളെ, അതേപോലെ പ്രായമുള്ള ആളുകളെ. എത്രത്തോളം ആളുകൾക്ക് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാവാറുണ്ട്, പക്ഷെ ഒന്നും ആലോചിക്കാറില്ല. അതിന് ഇസ്ലാമിക വശം എന്താണ്? ഒരിക്കലും സ്വഹാബാക്കള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരുപാട് തമാശകളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. തമാശ പറഞ്ഞ സന്ദർഭങ്ങളും സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ആരെയും വേദനിപ്പിച്ചിട്ടില്ല. ഒരിക്കല് സ്വഹാബാക്കൾ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്ന സമയത്ത് അവിടെ അദ്ദേഹത്തിന്റെ ആയുധം ഒരു ഭാഗത്ത് എടുത്തു വെച്ചു. ആയുധം എടുത്തു വെച്ചിട്ട് അദ്ദേഹം കിടന്നുറങ്ങി. എഴുന്നേറ്റ സമയത്ത് ആയുധം കാണുന്നില്ല, ആ വെപ്പൺ കാണുന്നില്ല. അപ്പൊ അദ്ദേഹം ഇങ്ങനെ വെപ്രാളത്തോടു കൂടി ഇങ്ങനെ പരിധി നോക്കാം. സ്വാഭാവികമല്ലേ, നമ്മൾ വെച്ചൊരു വസ്തു കാണാതിരിക്കുമ്പോൾ പിന്നെ എന്ത് ചെയ്യും? അത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. കാരണം എന്തെങ്കിലും പെട്ടെന്നൊരു ശത്രുക്കളെങ്ങാനും വന്നാൽ അതാണ് രക്ഷക്കുണ്ടാവുക. വെപ്രാളത്തോടു കൂടിയിട്ട് അദ്ദേഹം നോക്കാം. ഭയങ്കര ടെൻഷനായി. നമുക്ക് പ്രശ്നമില്ലല്ലോ, മറ്റുള്ളവർ എത്ര ടെൻഷൻ അടിച്ചാലും നമുക്ക് പ്രശ്നമില്ല. നമ്മളെ സന്തോഷം, നമ്മൾ ഹാപ്പി ആകണം. അതാണ് ഇത്തരത്തിൽ കളിയാക്കുന്നതിലൂടെയും പ്രാങ്കിലൂടെയും ഒക്കെ ആളുകൾ ആഘോഷം ഭരിക്കണം. അങ്ങനെ ഉടനെ തന്നെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇദ്ദേഹം വെപ്രാളത്തോടു കൂടി ചോദിക്കുന്നു, നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടേക്ക് വരുന്നത്. പ്രവാചകൻ ഇടപെട്ടു. ആ സമയത്ത് സ്വഹാബികളിൽ ഒരാൾ പറഞ്ഞു, പ്രവാചകരെ, ഞങ്ങളൊന്ന് അദ്ദേഹത്തെ തമാശക്ക്, അങ്ങനെ ഉണ്ടല്ലോ, ആ രീതിയിൽ സംസാരിച്ചു, അദ്ദേഹത്തെ ഒന്ന് തമാശക്ക് വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെച്ചതാണെന്ന് പറഞ്ഞു. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ ഭയപ്പെടുത്താൻ പാടില്ല. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ ഭയപ്പെടുത്താൻ പാടില്ല. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇതിനെ നമ്മൾ എന്ത് വിളിക്കണം അല്ലേ? അവര് തിരുത്താണ്. പക്ഷെ ഇന്ന് ഈ സോഷ്യൽ മീഡിയയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്രാങ്കുകൾ എത്രത്തോളം നമ്മുടെ സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്, എത്രത്തോളം വിപത്തുകൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്, എത്രത്തോളം ആളുടെ മനസ്സ് വേദനിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ശരി, അവിടെയാണ് നമുക്ക് അടുത്തതായി ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട ചില അഡിക്ഷൻസ് ഉണ്ട്. നമ്മളൊക്കെ അറിയാതെ പോകുന്ന ചില അഡിക്ഷൻസ് ഉണ്ട് ജീവിതത്തിൽ. എന്തൊക്കെ അഡിക്ഷൻസ് ഉണ്ട് ഒന്ന് പറഞ്ഞേ? ഏതൊക്കെ അഡിക്ഷൻസ് ഉണ്ടോ? മൊബൈൽ ഫോൺ, നേരത്തെ പറഞ്ഞ പോലെ അല്ലെ? മൊബൈൽ ഫോൺ എന്ന് ചുരുക്കരുത് കേട്ടോ. അതിലെന്തൊക്കെ ഉണ്ട്? ഒരുപാട് ആപ്പുകളുണ്ട്. ഇപ്പൊ ഇൻസ്റ്റാഗ്രാം നമ്മൾ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ചോദിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. സെർച്ച് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൂടെ തരും. യെസ് ഓർ നോ? അല്ലെ? തുറന്നാൽ തന്നെ നമുക്ക് ഇഷ്ടമില്ലാത്ത, നമ്മളൊരു പക്ഷെ കാണാൻ പറ്റാത്ത ചിത്രങ്ങളൊക്കെ ഒരുപാട് വരും. അറിയാതെ മനസ്സ് അതിലേക്ക് പോകുന്നു. അവിടെയാണ് വനഹൻ നഫ്സ അനിൽ ഹവ. ഹവയുണ്ടാവും, ദേഹേച്ഛയുണ്ടാവും. നഫ്സിനെ ഹവയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ജസ്റ്റ് ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കുക. ഇവിടെ സ്ക്രീൻ അഡിക്ഷൻ ഡിസോർഡർ എന്ന് പറയുന്ന ഭാഗത്ത് ഒന്നാമത് എന്തൊക്കെ, അൺഎബിൾ ടു ലിമിറ്റ് ദ സ്ക്രീൻ ടൈം. ചില സമയത്ത് നമുക്ക് സാധിക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് ഒരു 5 മിനിറ്റ്, പിന്നെ അത് 10 മിനിറ്റായി, 15ആയി, 20ആയി, അരമണിക്കൂറായി. അവസാനം സാർ ആദ്യം പറഞ്ഞൊരു വാക്കുണ്ട്, എത്ര സമയം പോയി, എത്ര സമയം പോയി, വേണ്ടായിരുന്നു. ഒരൊറ്റ വെക്കലാണ് ദേഷ്യം പിടിച്ചിട്ട്. സെക്കൻഡ് വൺ, ലാക്ക് ഓഫ് സ്ലീപ്പ് ഹൈജീൻ. ഉറക്കല്ല. ഒരു ഉമ്മ പറഞ്ഞു, അനുജനെ കിടത്താൻ പറഞ്ഞിട്ട്, ഉമ്മ പറയാ, അനുജനൊന്നും ഓൻ്റെ അടുത്ത് കിടത്താൻ പറഞ്ഞിട്ട് ഓൻ കിടത്തണില്ല. നീ അപ്പുറത്ത് പോയിക്കോ. കാരണം ഇവൻ എന്തോ രഹസ്യങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് അനുജനെങ്ങാനും കൂടെ കിടന്നാൽ മറ്റേ പരിപാടി എടുക്കൂല അല്ലേ? നിങ്ങൾ പാവങ്ങളാണ്, നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല അല്ലേ? സാർ പറഞ്ഞൊന്നും മനസ്സിലായില്ലല്ലോ? ഇല്ല. അവൻ്റെ ചില സ്വകാര്യ ചില ആക്ടിവിറ്റീസുകൾ, പ്രവർത്തനങ്ങൾ അവന് പറ്റുന്നില്ല. അവൻ പലതിനെയും പേടിക്കുന്നു, പലരിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുന്നു. ഉമ്മ അടുത്തേക്ക് വരുമ്പോൾ ഫോൺ അവിടെ വെച്ചിട്ടുണ്ടാവും. ആ ഫോൺ ഉമ്മ വന്നിട്ട് ഉമ്മ ഒരു കോൾ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് എടുക്കുമ്പോഴേക്കും വാരി പിടിക്കുകയാണ്. ഭാര്യ ഭർത്താക്കന്മാർ
നമ്മളൊന്ന് ആലോചിച്ച് വാരി പിടിക്കുകയാണ്. നിങ്ങളെ ഫോണിൽ വിളിച്ചാൽ പോരെ, അതെന്താ നമ്മൾ പേടിക്കുകയാണ്. പലതിനും നമ്മൾ പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര ഉറക്കമില്ലാത്ത രാത്രികൾ. ഇപ്പോൾ കണക്കുകൾ പറയുന്നത് ഈ പുതിയ ഏകദേശം ഒരു 14 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ള കുട്ടികൾ, ആർട്ടിക്കിൾ വായിച്ചതാണ്, പൂർണ്ണമായിട്ട് ശരിയാണോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. എന്തായിരുന്നാലും ഒരു 14 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ള പ്രായത്തിലുള്ളവർ ഏകദേശം 4-5 മണിക്കൂർ ഉറങ്ങുന്നു എന്നാണ്. പഠിക്കാനുണ്ടാവും, ഒരുപാട് പഠിക്കാനുണ്ടാവും. അതുകൊണ്ടാണ് രാത്രിയിൽ ഉറക്കമൊഴിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നു. നെവർ, അതല്ല. അവരൊരുപാട് സമയം എന്തുപയോഗിച്ചുകൊണ്ടിരിക്കുന്നു? സ്ക്രീൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരു വ്യക്തിക്ക് സമയമുണ്ടായിട്ട് ഇഹലോകത്തേക്കും വേണ്ടിയും പരലോകത്തേക്കും വേണ്ടി അധ്വാനിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കോപം അവനുണ്ടാകുമെന്ന. അള്ളാഹുവിൻ്റെ കോപം അവനുണ്ടാകും. മൂന്നാമത് ഡിലേ ഓഫ് സ്പീച്ച്. എന്താ ഞാനിത് നിങ്ങളോട് ചോദിച്ചല്ല, ഈ ഒരു മോഡാണ്. എന്താന്ന് ചോദിക്കും, ഒന്നുമില്ല. അടുത്ത ഉത്തരാണ്. ആരാ പറയാ? നമ്മളോട് ചോദിച്ച ആള് ഒന്നുമില്ല എന്നറിയും. അതെന്താ? നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ ഏതിലായിരിക്കും? ഇതിലായിരിക്കും. എന്താന്ന് ചോദിക്കുന്നു. പല തവണ, നിന്നെ എത്ര തവണ വിളിച്ചിട്ട് നീ എന്താ കേൾക്കാത്ത? ഞാൻ കേട്ടില്ല, കേൾക്കൂല. നിന്റെ അടുത്തുനിന്ന് ഇവിടുന്ന് പടക്കം പൊട്ടിച്ചാലും കേൾക്കൂലല്ലോ. ഇതാണ് തിരിച്ചു പറയുന്ന വാക്കുകൾ. നെക്സ്റ്റ് വൺ വരുന്നത് പൂർ സോഷ്യൽ സ്കിൽസ്. സമൂഹമായിട്ട് യാതൊരു ബന്ധവുമില്ല, സമൂഹമായിട്ടുള്ള ഒരു ഇടപെടലോ ഒന്നുമില്ല. നമ്മൾ അപ്പുറത്ത് നടക്കുന്ന പ്രയാസങ്ങൾ, ഇപ്പുറത്ത് നടക്കുന്ന പ്രതിസന്ധികൾ, പ്രശ്നങ്ങളെ കുറിച്ചും ഒന്നും അറിയുന്നില്ല. ഞാൻ ഈ അടുത്തൊരു ക്ലാസ് എടുക്കാൻ വേണ്ടി പോയ സമയത്ത്, ഇന്ന് ഏത് രാജ്യത്താണ് നമ്മൾ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഇത് ശരിക്കും ഉള്ള കേട്ടോ പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് നോക്കുന്ന സമയത്ത് കുറച്ച് കുട്ടികൾ ഇങ്ങനെ അവിടെ നിന്ന് ഇവിടുന്ന് പറയുന്നുണ്ട്. അപ്പോൾ വേറൊരു കുട്ടി പറയണ സൗദി അറേബ്യയിൽ എന്ന് പറഞ്ഞു. അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അവൻ ചോദിച്ചെന്ത് സൗദി അറേബ്യ, അവിടെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഉള്ളതെന്ന് പറഞ്ഞു. അവനാകെ അറിയണത് അവൻ്റെ ഇഷ്ടപ്പെട്ട കളിക്കാരുണ്ടായതുകൊണ്ട് ആ രാജ്യത്തിൻ്റെ എന്ത് ചെയ്യുക എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുക. ഫലസ്തീനിൽ ആളുകൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും അവൻ അറിയുന്നില്ല. പിന്നെയോ ഭക്ഷണം, പഠനങ്ങൾ തുടങ്ങിയ ഓരോ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു, മറന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അടുത്ത ചില ലക്ഷണങ്ങളുണ്ട്, പലപ്പോഴും ചില സിംറ്റംസുകളുണ്ട്, നമ്മൾ അറിയാതെ പോകുന്ന ചില സിംറ്റംസുകളുണ്ട്. പലപ്പോഴും ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഇത്തരം വിനോദോപാധികൾ ഉപയോഗിക്കാൻ പറ്റാതെ വരുന്ന ഒരു സാഹചര്യം. ഒരു സമയം നമ്മൾ ലിമിറ്റ് ചെയ്ത് വെക്കുക. എക്സ്ട്രാ വരുന്ന ഒരു പക്ഷേ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ചാനലുകൾ നമ്മൾ സെർച്ച് ചെയ്യുന്നു, നോക്കുന്നു. ആ ചാനൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇത്ര സമയം ഞാനത് നോക്കുകയുള്ളൂ, ബാക്കിയുള്ള സമയം നേരത്തെ സാറ് പറഞ്ഞതുപോലെ എല്ലാവരുടെ സ്റ്റാറ്റസൊക്കെ എല്ലാവരുടെ ജീവിതത്തിൻ്റെ ഭാഗങ്ങളൊക്കെ അറിയുന്നു. പക്ഷേ നമ്മളൊരു 5 മിനിറ്റ് ഖുർആൻ ഓതുമ്പോൾ എത്രയോ ഓദ്യമായിരിക്കാം. ഒരു പേജ് ഖുർആൻ പരിപൂർണമായിട്ടും ഓതാൻ നമുക്ക് പറ്റുന്നില്ല. ഭയങ്കര പ്രശ്നമാണ്. കുറേ ഓദ്യ പോലെ ഒരു 5 മിനിറ്റ് സമയമുണ്ടായിട്ട് പോലും ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് നമ്മൾ ചെല്ലുന്നില്ല. ഒരു പുസ്തകം വായിച്ച സമയത്ത് സാറ് ഒരു അറബി കിതാബ് വായിച്ചപ്പോൾ അതിൽ ആ പണ്ഡിതൻ എഴുതിയ വാക്ക് ഇങ്ങനെയാണ്: നിങ്ങളാരും പ്രാർത്ഥിക്കുന്നില്ല, നിങ്ങൾ കൈകൾ ഉയർത്തുന്നു, നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്നു, പക്ഷെ നിങ്ങൾ ആരും പ്രാർത്ഥിക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ വായിച്ചു നോക്കിയ സമയത്ത് അദ്ദേഹം പറയാണ്, പ്രാർത്ഥനയുടെ ആഴം നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല. അതായത് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള പ്രാർത്ഥനയുടെ ഭാഗം നിങ്ങളുടെ ജീവിതത്തിലില്ല. നെക്സ്റ്റ്, പലപ്പോഴും ഓഫ് ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ വൈകാരികമായിട്ട് പ്രതികരിക്കുക. നേരത്തെ സാറ് പറഞ്ഞ എക്സാമ്പിൾ അതിൻ്റെ ഭാഗമാണ്. ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം. കുടുംബാംഗങ്ങളിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുക. കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഫ്രീ കിട്ടിയ സമയമാണ്, എല്ലാവരും പോയിക്കോട്ടെ, സൽക്കാരത്തിന്, കല്യാണത്തിന്, പരിപാടിക്ക്. എനിക്ക് 2 സിനിമ കണ്ടു തീർക്കാനുണ്ട്, ഇതേപോലെ കുറച്ച് ഷോർട്സുകൾ കാണാനുണ്ട്, റീൽസുകൾ കാണാനുണ്ട്, കുറേ ഊക്കന്മാരെ കാണാനുണ്ട്. അത് ഊക്കന്മാരെന്ന് പറഞ്ഞാൽ ഊക്കന്മാർ ഇപ്പൊ പുതിയൊരു ടീമാണ് ഊക്കന്മാര്. ഒരു ഗ്യാങ് ഉണ്ടാവും, ഗ്യാങ്ങിൽ വന്നിട്ട് മറ്റവനെന്ത് ചെയ്യുക, ഊക്കുക. എന്താ ഊക്കാന്ന് പറഞ്ഞാല് പരിഹസിക്കുക, കളിയാക്കുക, അല്ലേ? വലാ തൽമീസു അൻഫുസക്കും, നിങ്ങൾ കുത്തുവാക്കുകൾ പറയാൻ പാടില്ല. വലാ തനാബസു ബിൽ അൽഖാബ്, അപമാന പേരുകൾ നിങ്ങൾ വിളിക്കാൻ പാടില്ല. 49-ാം അധ്യായം സൂറത്തുൽ ഹുജറാത്ത്. പക്ഷെ ഊക്കല്ലേ, അവൻ അനുഭവിക്കുന്ന പ്രയാസ പ്രതിസന്ധി ഒന്നും ആർക്കും അറിയേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ്, ഫ്രണ്ട്സ്, സ്റ്റോറി ബുക്സ് എന്നിവയിൽ മീൻസ് ബുക്സിൽ നിന്നൊക്കെ അകന്നുകൊണ്ടിരിക്കുക. ആങ്സൈറ്റി ഉണ്ടാവുന്നു. എന്താ ആങ്സൈറ്റി? ഞാനിട്ട പോസ്റ്റിന് കമന്റ് വരുന്നില്ലല്ലോ, ആരും ലൈക്ക് ചെയ്യുന്നില്ലല്ലോ, മറ്റൊന്നിന് കുറേ ഉണ്ടല്ലോ, നിന്റെ മാത്രം എന്താ ഇടാത്ത? ആങ്സൈറ്റിയാ, ഉത്കണ്ഠ. പിന്നെയോ എന്തൊക്കെയോ മറച്ചു വെച്ചിട്ടുണ്ട്. മറച്ചു വെച്ചത് ആരെങ്കിലും അറിയുമോ? മറച്ചു വെച്ചത് ആരെങ്കിലും അറിയുമോ? ഞാൻ സെർച്ച് ചെയ്തിട്ടുള്ളത് ആരെങ്കിലും ശ്രദ്ധിക്കുമോ, അറിയുമോ? ആങ്സൈറ്റിയാണ്, ഉത്കണ്ഠയാണ്. അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇരിക്കും. മറ്റൊന്ന് ഡിപ്രഷൻ.
ചില ആളുകൾ അതിലേക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് വിജയിക്കാത്ത എത്രയോ ആളുകളുണ്ട് അല്ലേ? എല്ലാവരും വിചാരിക്കുകയാണ് എന്താ ജോലി, പുതിയാപ്പിളക്ക് യൂട്യൂബറാണ്. വാവ്, 5 lakhs, എത്ര? 5 lakhs, 10 lakhs ഉണ്ടയാണ്. എല്ലാവർക്കും ഇങ്ങനെ കിട്ടുന്നുണ്ടോ? ഇല്ല. അങ്ങനെയാണ് ആളുകൾ തെറ്റിദ്ധരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ ഡിപ്രഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ കാരണം തുടങ്ങിയിട്ട് അതുപോലെ വിജയിക്കുന്നില്ല. ഈ കഴിഞ്ഞ അടുത്ത കാലത്ത് സംഭവിച്ച സംഭവങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ അല്ലേ? പണം കിട്ടിയിട്ട് പിന്നെ കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധിയും പ്രശ്നങ്ങൾ കൊണ്ട് പിന്നെ ആവശ്യങ്ങൾ കൂടുന്നു, തെറ്റായിട്ടുള്ള വഴികളിലേക്ക് പോവുകയും ചെയ്യുന്നു. നെക്സ്റ്റ്, അടുത്തൊരു ചിത്രം നമുക്ക് നോക്കാം. ആ ചിത്രത്തിൽ പ്രധാനമായിട്ടും വരുന്ന ഒരു ഭാഗം, ഒരു ഉപ്പ അല്ലെങ്കിൽ ഉമ്മയുണ്ട്, ഒരു കുഞ്ഞിൻ്റെ ഫോട്ടോ. ആ കുഞ്ഞിൻ്റെ ഫോട്ടോ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ കാണുന്നുണ്ട്, ടി വിയിൽ കാണുന്ന ചിത്രത്തെ കണ്ണുകൊണ്ട് ആ കുട്ടി കാണുന്ന സമയത്ത് മറച്ചു വെക്കാണ് ആ സമയത്ത് ആ ചിത്രത്തിൽ. ഏതായിരുന്നാലും പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള ചിത്രങ്ങൾ നമ്മുടെ വീടുകളിലുണ്ട്. ടി വി കാണുന്ന സമയത്ത്, മൊബൈൽ കാണുന്ന സമയത്ത് മക്കൾ വന്ന് നോക്കും, പെട്ടെന്ന് തന്നെ നമ്മൾ മാറ്റും. അതാര് കാണാൻ പറ്റൂല? ആർക്ക് കാണാൻ പറ്റൂല? കുട്ടിക്ക് കാണാൻ പറ്റൂല, പിന്നെ ആർക്ക് കാണാം? നമുക്ക് കാണാല്ലേ? അയ്യടാ, നമുക്ക് കാണാൻ പറ്റുമോ? അവർക്ക് കാണാൻ പറ്റൂലെങ്കിൽ നമുക്കും കാണാൻ പറ്റൂല. അവർക്ക് കാണാൻ പറ്റൂലെങ്കിൽ നമുക്കും കാണാൻ പറ്റൂല. 3, 4 ഒരുപാട് ഇപ്പോൾ നമുക്ക് എണ്ണി പറയേണ്ടി വരും. ഏറ്റവും കൂടുതൽ ഇന്ന് വിറ്റഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് പോണോഗ്രഫി, അശ്ലീലത എന്ന് പറയുന്നത്. മറ്റൊന്ന് ഒരു പക്ഷെ നമ്മളൊന്നും ഉപയോഗിക്കാത്ത ഒരു സംഗതിയാണ്, നമുക്കറിയാലോ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ കൂടുതൽ ശ്രദ്ധിക്കാത്തൊരു ഭാഗമാണ് കോസ്മെറ്റിക്സ്. ഇന്ന് ഏറ്റവും കൂടുതൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗം കോസ്മെറ്റിക്സ്. അത് പറഞ്ഞപ്പോൾ ഇവിടുത്തെ കുറച്ച് കുട്ടികൾ ചിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, നമ്മളാരും ഉപയോഗിക്കാറില്ല അങ്ങനെ അനാവശ്യമായിട്ടൊന്നും അല്ലേ? കോസ്മെറ്റിക്സുകൾ ഇന്ന് കുത്തനെ ലാഭം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അടുത്താണ് ആയുധങ്ങൾ, വെപ്പൺസ്. പിന്നെ ഈ പറയുന്ന പോണോഗ്രഫി, അശ്ലീലത എന്ന് പറയുമ്പോൾ അതിൻ്റെ ദൂഷ്യവശങ്ങൾ എത്രത്തോളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് അറിയാം. എത്രയോ ആളുകൾ വിവാഹം കഴിഞ്ഞ് വിവാഹ ജീവിതത്തിൽ പരാജയപ്പെടുകയും എന്നിട്ട് ആ വിവാഹ ജീവിതത്തിൽ സ്വന്തം ഭാര്യയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം. നമ്മൾ സാധാരണ ഒരു പുരുഷനെ റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് പറയാം, അല്ല, നേരെ തിരിച്ചിപ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു മൈക്ക് എടുത്തിട്ട് നീട്ടിയിട്ട് ചോദിക്കുന്നുണ്ടല്ലോ, ഒരു ലജ്ജയില്ലാതെ. അൽ ഹയാ ശുഅബത്തുൻ മിനൽ ഈമാൻ, ഈമാനിൻ്റെ ഒരു ശാഖയാണ് ലജ്ജ എന്ന് പറയുന്നത്. പക്ഷെ ഒരു ലജ്ജയില്ലാതെ പബ്ലിക് ഒപ്പീനിയൻ. വാട്ട് ഈസ് പബ്ലിക് ഒപ്പീനിയൻ? നല്ല കാര്യങ്ങളല്ല ചോദിക്കുന്നത്. ആ ചോദ്യത്തിൽ വരുന്നത് നിങ്ങൾ ഇന്നറിട്ടുണ്ടോ, ഇതാണ് ചോദ്യം. നിങ്ങൾ ഇന്നറുണ്ടോ, ഇന്നറില്ലേ? ഈ ചോദ്യം മൈക്ക് നീട്ടി കാണിക്കുന്ന സമയത്ത് നിങ്ങൾ ഇട്ടിട്ടില്ലെങ്കിൽ ചിരിക്കുന്നു. ഈ ചോദ്യം കേട്ടിട്ട് തന്നെ ചിലപ്പോൾ ആളുകൾ പുച്ഛത്തോടു കൂടി ചിരിക്കും. അത് കേട്ടാൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം എന്ത്, ഇതാണ് പ്രശ്നമെന്ന്, അല്ലെങ്കിൽ ഇതാണ് അവരത് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത്. ആളുകളെ പരിഹസിക്കുകയാണ്, ആളുകളെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതായിരുന്നാലും പറഞ്ഞു വരുന്നത്, ഇവിടെ നമുക്ക് ഈ പോണോഗ്രഫി പോലെയുള്ള അമിതമായി കാണുകയും അത് ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുടെ വൈവാഹിക ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. എങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു? കാരണം ഇത് കണ്ടുകൊണ്ട് അവര് ഒരു സെൽഫ് റിലാക്സേഷനിലേക്ക് വരുന്നു. എങ്ങനെ സെൽഫ് റിലാക്സേഷൻ? ഇത് ഞാൻ പറഞ്ഞ വാക്കല്ല കേട്ടോ. ഈ വേൾഡ് മാസ്റ്റർബേഷൻ ഡേ എന്ന് പറയുന്ന ഒരു ഡേ മെയ് 27 28 തോന്നുന്നു. ഏതായിരുന്നാലും മെയ് മാസം മുഴുവനും മാസ്റ്റർബേഷൻ മന്ത് ആയിട്ട് ചില ആളുകൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വൃത്തികേടുകളും നമ്മുടെ സമൂഹത്തിലേക്ക് ആളുകൾ കൊണ്ടുവരുന്നു. എന്നിട്ടോ ഈ അശ്ലീലത കണ്ടിട്ട് സെൽഫ് റിലാക്സേഷനിലേക്ക് ആളുകൾ പോകുന്നു. അതിനിട്ട ഓമന പേര അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇത് അനുഭവിച്ചിട്ടുള്ള ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം പിന്നെ പഠനങ്ങൾ പറയുന്നത് എന്താണെന്നറിയോ? അവന് റിസ്ക് എടുക്കാൻ പറ്റുന്നില്ല. കാരണം അത് കഴിഞ്ഞു, ഭാര്യയുടെ കുറച്ചു കാലം ജീവിച്ചു, കുറച്ചങ്ങോട്ട് പോയപ്പോൾ അവന് താല്പര്യമില്ല, കുട്ടികളില്ലാതെ വരുന്നു. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹങ്ങളുണ്ട്. നേരെ തിരിച്ചും അതുപോലെ ഒരു സ്ത്രീക്കും ഈ കാലഘട്ടത്തിൽ ഒരുപാട് പഠനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്ത്രീകളും ആ തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഏതായിരുന്നാലും പ്രിയപ്പെട്ട മക്കളെ, അശ്ലീലതയെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഒരു കണ്ണിൻ്റെ വ്യഭിചാരം, നോട്ടമാണ് കണ്ണിൻ്റെ വ്യഭിചാരം എന്ന് പറയുന്നത്. നാവിൻ്റെ വ്യഭിചാരം എന്ന് പറയുന്നത് സംസാരമാണ്. മനസ്സ് അത് ആഗ്രഹിക്കുന്നു, ശരീരത്തിൻ്റെ ലൈംഗിക അവയവം അത് പൂർത്തീകരിക്കുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ നമ്മളാരും പറയും, ഞാൻ ആരെയും പോയിട്ട് വ്യഭിചരിച്ചിട്ടില്ലല്ലോ, ഞാനിപ്പോൾ ആരെയും പോയി പിടിച്ചിട്ടില്ലല്ലോ,
ഞാൻ ആരെയും പോയിട്ട് ഏതെങ്കിലും ആളില്ലാത്ത സ്ഥലത്ത് പോയിട്ട് ഇതേപോലെ സെക്ഷുവൽ റിലേഷൻഷിപ്പിലൊന്നും ബന്ധപ്പെട്ടിട്ടില്ലല്ലോ, ഇല്ല. പക്ഷേ നമ്മൾ അറിയാതെ ഇതിലൂടെ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അപകടമാണ്, തിരുത്തേണ്ടതുണ്ട്. കോൺസെൻട്രേഷൻ ഉണ്ടാവുന്നില്ല. ഒരുപാട് ഫിസിക്കൽ ഇല്ല എന്ന് പല ഡോക്ടേഴ്സും പല ഭാഗത്തുനിന്ന് പറയാം. ഫിസിക്കൽ പ്രോബ്ലംസ്, നേരത്തെ പറഞ്ഞ പോലെയുള്ള ഡിപ്രഷൻസ്, ഇങ്ങനെ പോകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അതിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ശരി, അതിന് കുറച്ചും കൂടി ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ വരും. അതിനു മുമ്പ് അടുത്തതായിട്ട് നമുക്ക് ഒരു പ്രാർത്ഥനയുടെ ഒരു ഭാഗം നോക്കാം. അല്ലാഹു മഗ്ഫിർലി ദംബി, അല്ലാഹു നീ എനിക്ക് പുറത്തു തരണം, നീ എനിക്ക് പുറത്തു തരണം. വ ത്വഹിർ ഖൽബി, എൻ്റെ ഹൃദയത്തിനെ ശുദ്ധിയാക്കണം. വഹസ്സിൻ ഫർജി, എൻ്റെ ലൈംഗിക അവയവത്തെ നീ പ്രൊട്ടക്റ്റ് ചെയ്യണം, സംരക്ഷിക്കണം. മിനൽ ഫവാഹിഷ്, നീചമായ പ്രവൃത്തിയിൽ നിന്ന്, വൃത്തികേടിൽ നിന്ന് നീ സംരക്ഷിക്കണം. ശരി, അങ്ങനെയാണെങ്കിൽ വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്ന സൂറത്തുൽ മആരിജിലൂടെ പഠിപ്പിക്കുകയാണ്, വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, അവര് അവരുടെ ലൈംഗിക അവയവങ്ങളെ സൂക്ഷിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ സൂക്ഷിക്കാറുണ്ടോ നമ്മുടെ ലൈംഗിക അവയവത്തെ? ഒരു സെൽഫ്, നേരത്തെ പറഞ്ഞ സെൽഫ് റിലാക്സേഷൻ ഇത് നമുക്കുള്ളതല്ല, അതിലേക്ക് ഓടിപ്പോകാനുള്ളതല്ല. അതിൽ നിന്ന് പിന്തിരിയാൻ നമുക്ക് സാധിക്കണം. ഇൻഷാ അല്ലാഹ് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കുക. അതിനുള്ള പരിഹാരങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. ഒരു ഡിജിറ്റൽ വെൽ ബീയിങ് എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ ശ്രദ്ധിക്കുക. എന്താ ഡിജിറ്റൽ വെൽ ബീയിങ് എന്ന് പറഞ്ഞാൽ? സ്ലൈഡ് പോട്ടെ. ഡിജിറ്റൽ വെൽ ബീയിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിജിറ്റൽ വെൽ ബീയിങ് ഈ മേഖലയിൽ നന്നായിട്ട് ജീവിക്കുക അല്ലേ? ഇതിലൊരു തസ്കിയത്ത് ഉണ്ടായിരിക്കുക. ഇങ്ങനെ ഒരു പ്രയോഗം ഇസ്ലാമിലില്ല കേട്ടോ. എന്തൊക്കെ? ഡിജിറ്റൽ തസ്കിയ, ഇന്റർനെറ്റ് തസ്കിയ. ഖുർആനിലുണ്ടോ? ഹദീസിലുണ്ടോ? ഇല്ല. പക്ഷെ ഇങ്ങനെ ഒരു പ്രയോഗം ഒരു ആർട്ടിക്കിൾ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ ഒരു ഭാഗത്ത് തസ്കിയത്ത് കൊടുക്കുന്ന സമയത്ത് ഈ വിഷയത്തെക്കുറിച്ചുള്ള തസ്കിയത്ത് കൊടുക്കേണ്ടി വരികയാണ്. ശരി, അങ്ങനെയാണെങ്കിൽ ആ ഡിജിറ്റൽ വെൽ ബീയിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു ഭാഗമാണ് ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്. നമുക്ക് ആ ഡിജിറ്റൽ വെൽ ബീയിങ്ങിന് ഏറ്റവും കൂടുതൽ സമാധാനം നമുക്ക് തരുന്നത് വിശുദ്ധ ഖുർആനാണ്. ഒരുപാട് പ്രഷറുകളുണ്ട്. ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബ്രെയിനിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന തെറ്റായിട്ടുള്ള ഒരുപാട് ചിന്താഗതികൾ. കല്യാണ ആലോചന വരുന്ന സമയത്ത് അങ്ങനെയാണല്ലോ, ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും. കാരണം നമ്മൾ കാണുന്ന ഒരു ചിന്തയുണ്ട്, അയാളെ പോലെയുള്ള ഫേസ്, അയാളെ പോലെയുള്ള മൂക്ക്, അയാളെ പോലെയുള്ള കവിള്, ആൽഫ ഫേസ് അല്ലേ? അതിന് പ്രയോഗമുണ്ട്, ആൽഫ ഫേസ്. അപ്പൊ നല്ല വയലന്റ് ആയിട്ടുള്ള കലിപ്പൻ, ഒരു കലിപ്പനെ കിട്ടണം. ആർക്കാ കിട്ടേണ്ട കലിപ്പനെ? ആർക്കാ കിട്ടണ്ടേ? കാന്താരിക്ക് അല്ലേ? കാന്താരിക്ക് ആരെ കിട്ടണം? കലിപ്പനെ കിട്ടണമല്ലോ. ഇതൊക്കെ ഈ ടി വിയിൽ അല്ലെങ്കിൽ ഇതിൽ കാണിക്കുന്ന കാര്യങ്ങളാ. നമ്മൾ ഏതെങ്കിലും കലിപ്പനെ കല്യാണം കഴിക്കോ? തീരുമാനമാവും, അയാൾ എന്നെ കാട്ടി, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയും. നമ്മളാരവിടെ നിൽക്കുമോ? നേരെ തിരിച്ചും കാന്താരിനെ കല്യാണം കഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അള്ളാ പടച്ചോനെ, ഇത്രയും ഈ സ്വഭാവമാണ് ഇവക്ക്, എനിക്ക് ശരിയാവില്ല എന്ന് പറയും. റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ ഇതൊക്കെ പ്രശ്നമാണ്. കാണുന്ന സമയത്തോ വാവ് അല്ലേ? എന്താ വാക്ക്? ബ്ലാക്ക് കളർ വാവ്, ബ്ലൂ കളർ വാവ്, പിന്നെന്താ ഓറഞ്ച് കളർ വാവ്. എന്താ കേൾക്കാൻ, എന്താ സുഖം, എന്താ രസം. ഇതൊക്കെ വാവ് വാവ് എന്നൊക്കെ പറഞ്ഞ് പോകാം. പക്ഷെ യഥാർത്ഥ റിയാലിറ്റി ലൈഫിലേക്ക് വരുമ്പോൾ ഒരു വാവില്ല, അയ്യോ ഹലോ എന്നൊക്കെ പറയും. പടച്ചോനെ വിളിക്കേണ്ടി വരും. ശരി, ഏതായിരുന്നാലും അടുത്തൊരു ഭാഗമാണ് നമുക്ക് തരുന്ന വിശുദ്ധ ഖുർആനാണ് നമുക്ക് സമാധാനങ്ങൾ നൽകുക. അങ്ങനെയാണെങ്കിൽ ചില പരിഹാരങ്ങളിലേക്ക് നമുക്ക് ചെല്ലാം. എന്താണ് പരിഹാരങ്ങൾ? സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സമയത്തുണ്ടാകുന്ന പരിഹാരങ്ങൾ. ഒന്ന്, ഞാൻ അവസാനിപ്പിക്കുകയാണ്, പുതിയ ശീലങ്ങൾ തുടങ്ങുക. എന്ത് തുടങ്ങുക? പുതിയ ശീലങ്ങൾ തുടങ്ങുക. അപ്പം നിങ്ങൾ നമസ്കരിക്കുന്നില്ലേ? നല്ല കാര്യമാണ്. അതിനാണ് ശ്രദ്ധിക്കേണ്ട ഒരു ഐഡിയ പറഞ്ഞുതരാം. ഒരു ഫ്രീക്വൻസി ഉണ്ടായിരിക്കണം. എന്തുണ്ടായിരിക്കണം? ഫ്രീക്വൻസി. ഉദാഹരണത്തിന് നമ്മൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാത്ത ഒരാൾ വിശുദ്ധ ഖുർആൻ പാരായണം തുടങ്ങി, അല്ലെങ്കിൽ തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും നിയത്ത് വെക്കാം, തഹജ്ജുദ് നിസ്കരിക്കാൻ തുടങ്ങാം. അപ്പോൾ തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി ഇന്ന് എഴുന്നേറ്റു, നാളെ എന്തായാലും എണീക്കണം. തഹജ്ജുദ് നിസ്കരിക്കാൻ എണീച്ചിട്ടില്ല, സുബിയും ഇല്ല. ഓൻ്റെ സുബി 8:30, അയാളെ സുബി എത്ര? 8:30 മണിക്കാണ്. ഏതായിരുന്നാലും ആ തഹജ്ജുദ് നമസ്കാരം ഒരു ദിവസം നിർവഹിച്ചു, പിന്നെ 2-3 ആഴ്ച കഴിഞ്ഞിട്ട് അടുത്ത തഹജ്ജുദ്. അത് ശീലമാവോ, ഹാബിറ്റ് ആവോ? ഇല്ല. ഫ്രീക്വൻസി ഉണ്ടാകണം. എന്തുണ്ടായിരിക്കണം? ഫ്രീക്വൻസി ഉണ്ടായിരിക്കണം. ആഴ്ചയിൽ 3 ദിവസം, അല്ലെങ്കിൽ പരമാവധി ഇൻഷാ അല്ലാഹ് 5 ദിവസം, അല്ലെങ്കിൽ 4 ദിവസം, അറ്റ്ലീസ്റ്റ് 2 ദിവസമെങ്കിലും ഞാൻ നമസ്കരിക്കും. അങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് ആ ദിവസം നമസ്കരിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഇങ്ങനെ പുതിയ ശീലങ്ങൾ ആരംഭിക്കുക. വായന തുടങ്ങുക, പഠനങ്ങൾ തുടങ്ങുക, അതേപോലെ തന്നെ സോഷ്യൽ സർവീസ് തുടങ്ങുക, സംഘടനാ പ്രവർത്തനങ്ങൾ, ദീനി പ്രവർത്തനങ്ങൾ, IGM MSMമാരുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുക. അടുത്തത് നമുക്ക് ശ്രദ്ധിക്കാനുള്ള, അഡിക്ഷനായി എന്ന് അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ ഒരു മെൻ്റർ കൗൺസിലർ സഹായങ്ങൾ തേടാവുന്നതാണ്.
ആരോടെങ്കിലൊക്കെ പോയിട്ട് പറയാം. ഒന്നും വേണ്ട, ഈ കൗൺസിലർ മെൻറ്റർ എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ട്. കാക്ക, ഞാൻ ആകെ പ്രയാസത്തിലാണ്, അല്ലെങ്കിൽ ഇത്താത്ത അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കുമോ? അല്ലെങ്കിൽ അമ്മാവനുണ്ടാവും, മൂത്താപ്പ ഉണ്ടാവും, അല്ലെങ്കിൽ എളാപ്പ ഉണ്ടാവും, ആരെങ്കിലൊക്കെ വിളിക്കണം. അതിന് മൂത്താപ്പ വന്നാൽ മൈൻഡ് ചെയ്യണ്ടേ? മോളെ മൂത്താപ്പ വന്നാണ്, മൂപ്പരോട് പോയി പണിയേക്കാൻ പറയും. ഇതാണെന്ന് പറയാം. കാരണം അവരൊന്നും ശ്രദ്ധിക്കാൻ നമുക്ക് നേരമില്ല. സി നെക്സ്റ്റ്, എല്ലാം അറിയുന്ന കാണുന്ന റബ്ബുണ്ട് എന്ന ബോധം. ഇതിനെന്താ പറയാ? ഇഹ്സാൻ. എന്താണ് ഇഹ്സാൻ? എല്ലാം അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന തോന്നലാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. ആവശ്യമില്ലാത്ത ആപ്പുകൾ അൺഇൻസ്റ്റാൾ ചെയ്യുക. ഇന്ന് തന്നെ ചെയ്യേണ്ട എന്താ അറിയാം? വീട്ടിൽ പോയിട്ട് മൊബൈലുള്ളവർ, ഇത് യൂസ് ചെയ്യുന്നവർ, ആദ്യം മിനിമം ആവശ്യമില്ലാത്ത ആപ്പുകൾ എടുക്കുക, എന്നിട്ട് അൺഇൻസ്റ്റാൾ ചെയ്യുക. ഇതെനിക്ക് വേണ്ട, ആവശ്യമില്ല. അടുത്ത് ഇതെനിക്ക് വേണ്ട, ഇത് വേണ്ട, ഇത് വേണ്ട. സബ്സ്ക്രിപ്ഷനും അതേപോലെ തന്നെ. ചില ചാനലുകളില്ലേ, എത്രങ്ങാനും അങ്ങനെ വന്നുകൊണ്ടിരിക്കും, തുരുതുരാ ടൈം 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 തുരുതുരാ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ ആവശ്യമില്ലാത്തതെന്നൊക്കെ അൺസബ്സ്ക്രിപ്ഷൻ ആകാം, ഒഴിവാക്കുക. നല്ല നല്ല പ്രഭാഷണങ്ങളും പരിപാടികളും നല്ല നമുക്ക് തസ്കിയത്തും അതേപോലെ തന്മിയത്തും തർബിയത്തും തരുന്നതിൽ നിങ്ങൾ ഫോളോ ചെയ്യുക, അതിൽ നിങ്ങൾ പിന്തുടരാം. നെക്സ്റ്റ് വരുന്ന ഏറ്റവും പ്രസക്തമായിട്ടുള്ളൊരു ഭാഗമാണ് നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്യുക എന്നുള്ളത്. നേരത്തെ സൂചിപ്പിച്ചൊരു ഭാഗമാണ്. അനാവശ്യ കൂട്ടുകെട്ടിൽ നിന്ന് മാറി നിൽക്കുക. എടാ, ആ സാധനം കിട്ടിയിട്ടുണ്ട്, അപ്പോൾ ഒന്ന് പറയുമ്പോൾ തന്നെ ഇങ്ങോട്ടിട്, അല്ലെങ്കിൽ അങ്ങോട്ട് ഇട്, അങ്ങോട്ട് അയക്കാം, ഇങ്ങോട്ട് അയക്കാം, അല്ലേ? വതവാ സോബിൽ ഹഖി വതവാ സോബി സബർ. ഇതാണ് വതവാ സോബിൽ ഹഖി? ഇതാണ് വതവാ സോബി സബർ? അല്ല. സത്യം കൊണ്ടും ക്ഷമ കൊണ്ടും പരസ്പരം ഉപദേശിക്കണം, സ്നേഹിക്കണം. എങ്ങനെ? നല്ല കാര്യങ്ങൾക്കായിരിക്കണം. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വൃത്തികേടുകൾ പാസ് ചെയ്യാനോ കൊടുക്കാനോ ആകരുത്. എന്തിനാണ് നമ്മൾ വെറുതെ അനാവശ്യമായിട്ട് നരകം കൊണ്ടെത്തിക്കുന്നത്? അടുത്തത് പഠനം, ജോലി, ഇസ്ലാമിക പ്രവർത്തനങ്ങൾ, സാമൂഹ്യ സേവനം എന്നിവ നിലനിർത്തിക്കൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ള എക്സെട്ര ഒരുപാട് ശീലങ്ങളിലേക്ക് നിങ്ങൾ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യാം. ശരി, നമുക്ക് ഈ ശീലങ്ങൾ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഡോപ്പമൈൻ എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കും. ഈ പ്രീ ഫ്രണ്ടൽ കോട്ടക്സ് എന്ന് പറയുന്ന ഭാഗമുണ്ട്. ഈ സയൻസ് ഒക്കെ പഠിച്ച ആളുകൾക്ക് മനസ്സിലാവും. ഈ കോട്ടക്സ് അവിടെ ഭാഗത്ത് നമ്മളെ മെൻ്റൽ പവർ, മെൻ്റൽ സ്ട്രെങ്ത് എല്ലാം നിയന്ത്രിക്കുന്ന ഒരു മേഖലയാണ്. പക്ഷെ പലപ്പോഴും അതിനെ നശിപ്പിക്കുന്ന ചില ശീലങ്ങൾ നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഈ ഡോപ്പമൈൻ ഹോർമോൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റായ രീതിയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അതാണ് നമുക്ക് ഹാപ്പി, ഇതിങ്ങനെ കാണുന്ന സമയത്ത് ഒരു ഹാപ്പി ഉണ്ടാവും. അപ്പോൾ ഈ ഡോപ്പമൈൻ ഹോർമോൺ ഇങ്ങനെ കൂട്ടും. അപ്പോൾ അതിങ്ങനെ കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെയും അത് കാണാൻ പ്രേരിപ്പിക്കുന്നു. ആ ഡോപ്പമൈൻ ഹോർമോണ് നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് അത് കാണുമ്പോൾ, ആ അശ്ലീലത കാണുമ്പോൾ, ഇത് കേൾക്കുമ്പോൾ, ആ അവനുമായി സംസാരിക്കുമ്പോൾ, അവളുമായി സംസാരിക്കുമ്പോൾ നമ്മൾ അതിലേക്ക് പിന്നെയും പോയിക്കൊണ്ടേയിരിക്കുന്നു. അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ നമുക്ക് പറ്റണമെങ്കിൽ നല്ല ശീലങ്ങൾ തുടങ്ങണം. ഡബിൾ പവറുള്ള, ശ്രദ്ധിക്കണേ, പുകവലിക്കുന്ന ഒരാൾ ആ ശീലം അവസാനിപ്പിക്കുന്നെങ്കിൽ അതിനേക്കാൾ ഡബിൾ പവറുള്ള മറ്റൊരു ശീലമായിരിക്കണം തുടങ്ങേണ്ടത്. പ്രാക്ടിക്കലായിട്ട് തുടങ്ങണം. നെക്സ്റ്റ്, അടുത്തത് എന്നൊക്കെ ഏറ്റവും കൂടുതൽ ഞാൻ അവസാനിപ്പിക്കുന്ന മുമ്പ് ലാസ്റ്റ് ഭാഗമാണ് ഡ്രഗ്സ്, അല്ലേ? മദ്യം, മയക്കുമരുന്ന്, ചേസ്. കഴിഞ്ഞ ഒരു കോളേജിൽ നടന്നിട്ടുള്ള, ഇവിടെ ഒന്നുമല്ല, നമ്മൾ പുറത്തുള്ള ഒരു കോളേജിൽ നടന്നിട്ടുള്ള പ്രോഗ്രാമിൻ്റെ പിന്നാമ്പുറത്ത് നമുക്കറിയാമല്ലോ. ഞാൻ പലപ്പോഴും പല ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത്, ഒരു സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഈ ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ ശ്രദ്ധിക്കും. ബാത്റൂമിൻ്റെ ചുമരുകൾ, സ്കൂളിലെ സറൗണ്ടിങ്സ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കും. കാരണം എന്തവിടെ പറയണം എന്നറിയാൻ വേണ്ടിയിട്ട്. ബാത്റൂമിൽ പോയാൽ മൈക്കലാഞ്ചലോ, പാബ്ലോ പിക്കാസോ, പിന്നെ ഡിക്ഷണറി പോലാൻ തപ്പിയാൽ കാണൂല, അജാതി സാധനങ്ങളാണ്. പിന്നെ ഒരു ഹാളിലാണ് ക്ലാസ് എടുക്കാൻ പോവുക, തല ചുറ്റൂലെന്നുള്ളൂ. എന്തൊക്കെ വൃത്തികേടുകളാണ് എഴുതി വെച്ചിട്ടുണ്ടാവുക. ചിത്രങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ടാവും, വൃത്തികെട്ട ചിത്രങ്ങൾ. ആരൊക്കെ? 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പ്ലസ് ടുവിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ശരി, അതാണ് ഉമ്മുൽ ഖബായിസ് എന്നാട്ടോ. ഓക്കെ, ഉമ്മുൽ ഖബായിസ് അല്ല ഖംറു, ഉമ്മുൽ ഖബായിസ്. മദ്യം എന്ന് പറയുക തിന്മകളുടെ മാതാവാണ്, തിന്മകളുടെ മാതാവാണ്. മദ്യം ഹറാമാക്കിയിട്ടുണ്ട്. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സുൻ മിൻ അമലി ശൈത്താൻ ഫസ്തരിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. നിങ്ങൾ വിജയം ആഗ്രഹിക്കുന്നുണ്ടോ? ദ സീക്രട്ട് ഓഫ് സക്സസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വായിക്കും, മുന്നേറാൻ വേണ്ടി ആഗ്രഹിക്കും. എങ്കിൽ ഇങ്ങനെ ഡ്രഗ്സ് ഒഴിവാക്കാൻ പറ്റണം. അപ്പം നമ്മൾ വിചാരിക്കും നമ്മൾ ഉപയോഗിക്കുന്നില്ല, വേണ്ട, നമ്മളൊരു കൂട്ടുകാരനെ അതിൽ നിന്ന് പിന്തിരിക്കാൻ നമുക്ക് സാധിക്കണം. MDMA പോലെയുള്ള ആളുകൾ, അതിൻ്റെ ഹിസ്റ്ററി ഒന്നും ഞാൻ പറയുന്നില്ല, വളരെ സിമ്പിളായിട്ട് ഞാൻ പഠിപ്പിച്ച ട്യൂഷൻ ക്ലാസ്സിൽ പണ്ട് പഠിപ്പിച്ചൊരു കുട്ടി നേരെ എൻ്റെ മുമ്പിൽ ചായ കുടിക്കാനിരുന്നു. ഇരുന്ന് കഴിഞ്ഞ് അവൻ്റെ കയ്യിൽ കണ്ട സിറിഞ്ച് എല്ലാം
എൻ്റെ മുഖത്ത് നോക്കിയ സമയത്ത് പെട്ടെന്ന് അവൻ എന്ത് ചെയ്തു, ആ ഷർട്ട് ഫുൾ സ്ലീവ് ആക്കി. 2 കൈയും മടക്കി വെച്ച് അവൻ ഒരു കൈ എന്ത് ചെയ്തു, ഫുൾ സ്ലീവ് ആക്കി വെച്ചു. അവൻ്റെ കണ്ണിൽ ഞാൻ നോക്കി, സംസാരിക്കാൻ പറ്റണില്ല, എന്നെ ഫേസ് ചെയ്യുന്നില്ല. വേഗം മാറിപ്പോവാൻ തുടങ്ങിയ സമയത്ത് അവനെ പിടിച്ചിരുത്തി. നീ എവിടാണ്, എന്താ ചെയ്യണമെന്നൊക്കെ ചോദിച്ചപ്പോൾ അവൻ്റെ വീട്ടിനെ കുറിച്ച് അറിയുന്ന, ആ തറവാടിനെ കുറിച്ച് അറിയുന്ന എനിക്കറിയാം അവരനുഭവിക്കുന്ന വേദന. അന്വേഷിച്ചപ്പോഴേ ആ ബാപ്പ ഇവനെ കൊണ്ട് അസുഖം ബാധിച്ചിട്ട് വയ്യാണ്ടായിന്ന. ഇവന് ഈ അഡിക്ഷനായിട്ട് MDMA ഉപയോഗിച്ച്, ഇതേപോലെ ലഹരി ഉപയോഗിച്ച്, മദ്യം കുടിച്ച് ഒരു കുടുംബത്തിന് പോലും നാട്ടിന് പോലും ചീത്തപ്പേരായിട്ട് ഇവൻ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട കുട്ടികളെ, എങ്കിൽ അതിനുള്ള ചില പരിഹാരങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ വിശുദ്ധ ഖുർആനിലേക്ക് അടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പിന്നെയോ എപ്പോഴും ദിക്റുൽ മൗത്ത്, മരണത്തെക്കുറിച്ച് ആലോചിക്കണം. നമുക്കൊരു ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ട്, ഡേറ്റ് ഓഫ് ഡെത്ത് ഉണ്ട്. മരണത്തിന് ഒരു ദിവസമുണ്ട്. ആ ദിവസത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. അടുത്തതായിട്ട് അള്ളാഹുവിനോട് കഴിഞ്ഞു പോയത്, ശരി, നമുക്ക് അള്ളാഹുവിനോട് ഏറ്റുപറയേണ്ടത് കഴിഞ്ഞു പോയ എന്തെങ്കിലും ഈ ഭാഗത്ത് തിന്മകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് നിങ്ങൾ പൊറുക്കലിനെ തേടാം. അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്. അള്ളാഹുവിനോട് പാപമോചനം തേടാം. നദാമത്ത് ഉണ്ടായിരിക്കണം, ഖേദമുണ്ടായിരിക്കണം. ഒരു ഇൻഡിക്കേറ്റർ ഇടാതെ വണ്ടി നമ്മൾ വളച്ചാൽ വേറൊരാൾക്ക് പ്രയാസം തോന്നിയാൽ നമുക്കൊരു ബേജാറാണ്. സോറി കേട്ടോ, സോറി അല്ലേ നമ്മൾ പറയും. ആ ബേജാറ് അവിടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്കിവിടെ ബേജാറുണ്ടാവണം? ഒരു തെറ്റ്, ഒരു തിന്മ നമ്മുടെ ഭാഗത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്കിൽ ഇതൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞാലും ആത്യന്തികമായിട്ട് ഇതൊക്കെ ഇവിടുന്ന് ക്ലാസ് കേട്ടു, പരിപാടികൾ കേട്ടു, അതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് നമ്മൾ തന്നെ കണ്ടെത്തണം. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. സ്വയം നിലപാടുകളിൽ മാറ്റം വരുത്താത്ത ജനവിഭാഗത്തെ അള്ളാഹു മാറ്റുകയില്ല. അള്ളാഹു ആഗ്രഹിക്കുകയാണ് ഒരു തിന്മ, ഒരു അള്ളാഹുവിൻ്റെ അടിമയുടെ മുമ്പിൽ തിന്മയുടെ ഒരു തിന്മ വന്നു കഴിഞ്ഞാൽ അള്ളാഹു ഒരു മറട്ട് കൊടുക്കുന്ന, ആ തിന്മ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മറട്ട് കൊടുക്കും. പടച്ചവന് അത്രയും കാരുണ്യം കാണിച്ചിട്ടും നമ്മൾ മറ നീക്കിയിട്ട് ആ തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്നു, തിന്മയെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു. ശരി, നമ്മൾ പബ്ലിക്കിൽ എങ്ങനെയെന്നല്ല, രഹസ്യ ജീവിതത്തിൽ നമ്മളെങ്ങനെ, 4 ചുമരുകൾക്കുള്ളിൽ നമ്മളെങ്ങനെ, ഈ പറയുന്ന ഏത് അഡിക്ഷൻ്റെ കാലഘട്ടത്തിലാണെങ്കിലും അതിൽ നിന്നെല്ലാം വിട്ടുനിന്നുകൊണ്ട് ഒരു വെറൈറ്റി ആയിട്ട് അള്ളാഹുവും റസൂലും പഠിപ്പിച്ച മാതൃകയുള്ള ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ കുടുംബത്തിൽ നമ്മൾ അതിന് മാതൃകയായിട്ട് നിലകൊള്ളണം. അതിനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിൻ്റെ സംഘാടകർക്ക് ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഏതെങ്കിലും നേരത്തെ സൂചിപ്പിച്ച നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഉപകരണങ്ങൾ എപ്പോഴെങ്കിലും സുഹൃത്തിൻ്റെ കൂടെ അറിയാതെ ഒരു പഫ്, അല്ലെങ്കിൽ അവൻ പ്രേരിപ്പിച്ചപ്പോൾ അല്പം, അങ്ങനെ വേറെ ആളെങ്കിലും ചെയ്യുന്ന സമയത്ത് ഒരു വാക്ക് മിണ്ടിയില്ല, നീ അത് കുടിക്കരുത് കേട്ടോ, ഒരു വാക്ക് മിണ്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ തിരുത്തുന്നവരായിരിക്കണം MSMകാർ. നമുക്ക് സാധിക്കുന്ന രീതിയിൽ പറയാൻ നമുക്ക് സാധിക്കണം. ആ രീതിയിൽ ദഅവത്തും കൂടി നമുക്ക് പറ്റുന്ന രീതിയിൽ ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെ റീൽസുകളിലൂടെയൊക്കെ ഇതേപോലെ തന്നെ ദഅവത്തുകൾ നടത്താൻ നമുക്ക് സാധിക്കണം. അതിനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.